രാവിലെ എണീറ്റ് മാർക്കറ്റിലൊക്കെ പോയി 12:30 മണിയായി തിരിച്ചെത്തിയപ്പോൾ. എന്നാലും പെട്ടെന്ന് 30 മിനിറ്റിൽ നമുക്കൊരു വേഗം ഊണ് തയ്യാറാക്കാം. ചോറ് കഴുകി പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേളൂരി ഫ്രൈ എന്നുള്ളത് നോക്കാം. ഇന്ന് കിട്ടിയത് വേളൂരിയാണ്. ഇത് നന്നാക്കാൻ എളുപ്പമുള്ള മീനാണ്. ഒരു 2 കപ്പ് വേളൂരി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ചതച്ച കറിവേപ്പില, ഇതൊക്കെ കൂടി പരത്തി വെക്കാം. ഒരു 20 മിനിറ്റ് എങ്കിലും അത് ആദ്യം മാറ്റി വെക്കാം. പിന്നെ ഇന്നലെ ഞാൻ നുള്ളി വെച്ച മുരിങ്ങയില, 1.5 കപ്പ് മുരിങ്ങയില ഉണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോണ്. ഇത് വെച്ചിട്ട് നമ്മൾ നല്ല മുരിങ്ങയില സാമ്പാർ ഉണ്ടാക്കാൻ പോണ്. ഉണ്ടാക്കിയിട്ടുണ്ടോ മുമ്പ്? ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്നൊരു ഒഴിച്ചു കറി വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ 1/4 കപ്പ് തുവരപ്പരിപ്പ് വേഗം വേവിച്ച് വെച്ച് ഞാൻ ആ മീൻ നന്നാക്കണ നേരത്ത് 4 കപ്പ് വെള്ളത്തിൽ, എന്നിട്ട് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി അത് ചൂടുവെള്ളത്തിൽ വെച്ചിരുന്നു. ഇത് പാകത്തിന് പിഴിഞ്ഞു കൊടുക്കാം. ഉപ്പ് പാകത്തിന്, ചെറിയ കഷ്ണം ശർക്കര, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ച മുരിങ്ങയിലയും കൂടി ചേർക്കാം. തിളച്ചതിന് ശേഷം അത് തീ കുറച്ച് ഒന്ന് സിമ്മിലിടാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായി ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് അരച്ചെടുക്കാൻ പോവാണ്. 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയുടെ കൂടെ. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എൻ്റെ ടേസ്റ്റി കേരള സാമ്പാർ എന്ന് പറഞ്ഞ വീഡിയോ ഒന്ന് നോക്ക്. അത് നല്ല ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി സാമ്പാറാണ് കേട്ടോ. ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. വീണ്ടും ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ 1 മിനിറ്റ് അതൊന്ന് തിളച്ചാൽ മതി. പുളി ഉപ്പ് ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ടേസ്റ്റ് ഒക്കെ ശരിയാണ്. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചത്, അതും ഒരു 5 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ച് എടുക്കാം. എന്നിട്ട് ഇത് സാമ്പാറിലേക്ക് ചേർക്കാം. ഇത് ഇട്ടതിന് ശേഷം വീണ്ടും ആ സാമ്പാർ ഒന്നും കൂടി ഉണക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം ഇത് റെഡിയായി. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഷ് നോ കുക്കിംഗ് വെള്ളരിക്ക പെരുക്ക്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒരു ഇടത്തരം സൈസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുഭാഗമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു നീളത്തിലെ സ്റ്റിക്സ് പോലെ ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ചെറിയ മാച്ച് സ്റ്റിക്ക് പോലെ പറ്റുന്ന രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു ഇതുപോലത്തെ അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ തിരുമ്മി വെക്കണം. അപ്പോൾ കുറച്ചു നേരം അത് മാറി വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഒക്കെ ഇങ്ങനെ ഊറി വരും. അതൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് അതിന്റെ വെള്ളം കളയണം. അപ്പൊ ബോളിയിലുള്ള വെള്ളം കളഞ്ഞു. എന്നിട്ട് നമുക്ക് ആ ബോളിയിലേക്ക് തന്നെ ഇടാം. ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കേണ്ടത് 2 സ്പൂൺ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 മുതൽ 4 വരെ ഉണക്കമുളക്, അത് നിങ്ങളുടെ എരിവിന് പാകത്തിനനുസരിച്ച് ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ഈ മുളകും 1/4 ടീസ്പൂൺ കടുകും ഇട്ടിട്ട് തരിപ്പായിട്ട് അരച്ചെടുക്കണം. അത് ഈ വെള്ളരിക്കയിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഉപ്പ് പാകത്തിന്, കൈ കൊണ്ടൊന്ന് കീറിയ കറിവേപ്പില, പിന്നെ നമ്മൾ ആ ഉണക്കമുളക് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ കുറച്ച് പാകത്തിന്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്താൽ അത് റെഡി. ചിലർ ഇതിലേക്ക് തൈരും ചേർക്കാറുണ്ട്. ഞാൻ തൈര് ചേർക്കുന്നില്ല.
ഇനി വേഗം നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന വേളൂരി എടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ വിനെഗർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ചോറൊക്കെ ഊറ്റി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഊണ് തയ്യാർ. ചോറും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറി, മുരിങ്ങയില സാമ്പാർ, പിന്നെ ഫ്രഷ് ഒരു വെള്ളരിക്ക പെരുക്ക്, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളൂരി ഫ്രൈ, ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഊണ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സിമ്പിൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നല്ല പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഓൾ പേഴ്സണലൈസ്ഡ് നണ്ണെന്ന് ഈ ബെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓളും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ.